അടുത്ത ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പ്രമുഖ ക്യാമറാമാൻ ശ്രീ രാമേന്ദ്ര ബാബു. വർഷങ്ങളായില്ലേ? അതെ, ഒരുപാട് വർഷങ്ങളായി. നര കൂടിയിട്ടുണ്ട് ബാബുവിന്. നമ്മൾ ഒരുമിച്ച് ആദ്യ പടം ഓർമ്മയുണ്ട്? എനിക്ക് ഓർമ്മയില്ല. ആദ്യം പടം ഞാൻ ആദ്യമായിട്ട് വിധുവിനെ കാണാൻ തന്നെ മധു അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കാലത്താണ്. ഓക്കെ. ബാബുട്ടനാണോ സീനിയറും? മധു എൻ്റെ ജൂനിയറാണ്. ജൂനിയറായിരുന്നു. ഓക്കെ. അതായത് എൻ്റെ ഒരു ക്ലാസ്മേറ്റിൻ്റെ പെൻ ഫ്രണ്ട് ആയിരുന്നു മധു. ഓക്കെ ഓക്കെ. അപ്പം അങ്ങനെ മധു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ അയക്കുകയും അപ്പോൾ അദ്ദേഹം പറഞ്ഞിങ്ങനെ ഒരു ആളുണ്ട് മധു അമ്പാട്ടെന്നാണ്, ചെന്നൈയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ വിദ്യാർത്ഥികളെ ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോൺ അബ്രഹാമിൻ്റെ അപ്പം ഞങ്ങളുടെ ഓഫീസ് മഹാലിംഗപുരത്ത് ഇവരുടെ വീടിൻ്റെ അടുത്താണ്, അതേ സെയിം സ്ട്രീറ്റിലാണ്. അപ്പോൾ അങ്ങനെ ഞാൻ മധുവിനെ വിളിക്കുകയും അങ്ങനെ വീട്ടിൽ പോകും. അവിടെ വെച്ചിട്ടാണ് വിധുവിനെ കാണുന്നത്. പിന്നെ കുറേ പടങ്ങളും വർക്ക് ചെയ്തു. പിന്നെ കുറേ ഒരുപാട് പടങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് 7ാം കടനൊക്കെ അമേരിക്കയിലെ, അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ട് അമേരിക്കയിലെ ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് അമേരിക്കയിൽ ഷൂട്ട് ചെയ്ത പടം 7ാം കടലിനക്കരെ. അത് നമുക്കൊന്നും ലൈസൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, പെർമിഷൻ ഒന്നും ഇല്ലാതെ ക്യാമറ ഷൂട്ട് ചെയ്യും. അപ്പൊ പോലീസ് വരുന്നതിന്റെ അടുത്ത് ഓട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രധാനപ്പെട്ട പടങ്ങൾ എനിക്ക് ഓർമ്മയിലുള്ളത് ഇതാ വിടവരയിലാണ് അല്ലേ? ഇതാവിടെ വീടൊരു സ്വർഗം, ജേസി ആയിട്ട് അല്ല, ഇതാ വിടവരയിലാണ് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ആ പാട്ടുണ്ട്, വെണ്ണയോ വെണ്ണിലാവോ എന്നുള്ള പാട്ട് സോമന്റെ കൂടെ. ഈ പാട്ടിന്റെ സമയത്ത് ബാബു ഞാനുമായിട്ട് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു. ഉള്ള റിഫ്ലക്ടർ വെച്ച് മുഖത്തടിക്കും, എനിക്ക് കണ്ടു തുറക്കാൻ പറ്റില്ല. ആ സ്കൈ നന്നായിട്ട് വേണമുണ്ട്, പ്രത്യേകിച്ച് അവിടെ പഞ്ചാര മണലാണ് അവിടെ ചേർത്തലയിലും. പിന്നെ ആവി വരികയാണ് സമ്മർ നട്ടുച്ചക്ക് ഇങ്ങനെ എടുക്കുമ്പോഴേ. അതെ, ഇതാ ഇവിടെ എന്ന് പറഞ്ഞ സിനിമയിൽ ജയഭാരതിയാണ് സെൻട്രൽ ക്യാരക്ടർ ചെയ്തത്. പക്ഷെ എനിക്ക് ഒരു അത്ഭുതം, ഇപ്പോൾ ജയഭാരതിയെ പോലെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഒരു ഹീറോയിൻ, ഇപ്പം നിങ്ങൾ ഈക്വൽ ഹീറോയിൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തൊരു ക്യാരക്ടർ ചെയ്യാനായിട്ട് വിധുബാല അന്ന് തയ്യാറായി. ഈ സിനിമയിൽ ഒരുപാട് സിനിമയിൽ അന്ന് അങ്ങനെ മിക്കവാറും എല്ലാ ആർട്ടിസ്റ്റുകളും തയ്യാറായിട്ടുണ്ട്. അത് എന്താണ് അങ്ങനെ, നിങ്ങൾ അങ്ങനെ ആയിരുന്നില്ല ആ കാലഘട്ടത്തിൽ? ആ കാലഘട്ടത്തിൽ ഇറ്റ് ഈസ് നോട്ട് ഒരു ആർട്ടിസ്റ്റുകൾ എന്നുള്ള ഒരു ഇതിലല്ല, ഡയറക്ടർ എന്നുള്ളത്. ഇപ്പോൾ IV ശശി വിളിച്ചു എന്നോട് ഇന്ന് ഈ ക്യാരക്ടർ ചെയ്യാൻ പറയുന്നു. ഓക്കെ, കാരണം അത് ഞങ്ങൾ തമ്മിലുള്ള ആ ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഒരു എന്താ പറയുക, ഒരു ഈഗോ പ്രോബ്ലം പലപ്പോഴും ഉണ്ടാവാറില്ല ഞങ്ങൾ തമ്മിൽ. ഇപ്പോൾ നമ്മൾ നേരത്തെ ഇതുപോലെ പറഞ്ഞു ഈ റിഫ്ലക്ടർ വെച്ചിട്ട് അടിച്ച് കത്തിയത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഹെവി മേക്കപ്പ് ആയിരിക്കും. ഹെവി മേക്കപ്പും പിന്നെ ഈ ലൈറ്റും കൂടെ, റിഫ്ലക്ടർ ലൈറ്റും കൂടെ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് കണ്ണൊന്നും തുറക്കാൻ പറ്റില്ല. ആ കാലഘട്ടത്തിലാണ് ഇവരൊക്കെ നമ്മൾ അന്നത്തെ ഹീറോയിൻസിനെ കാണുമ്പോൾ വിധുബാലടക്കമുള്ളവരൊക്കെ എന്ത് സുന്ദരികളായിട്ട് ഇങ്ങനെ അല്ല സ്ക്രീനിൽ ഇങ്ങനെ കണ്ടു എന്നുള്ള വലിയ, കാരണം ഒരു ഡെഡിക്കേഷൻ അതിന് വേണ്ടിയിട്ട് അത് സഹിക്കാൻ തയ്യാറായിരുന്നു. ഇന്നത്തെ കുട്ടികൾ സഹിക്കില്ല. ഇതിപ്പോൾ ഇന്നിപ്പോൾ അന്ന് AC വാനൊന്നും ഇല്ല. ഞങ്ങളിപ്പം മനുഷ്യപുത്രൻ്റെ ഒക്കെ ഷൂട്ടിംഗ് സമയത്ത് കടപ്പുറത്ത് ഒരു കുടിലാണ് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത് ഡ്രസ്സ് മാറാനായിട്ട്. ബാത്റൂമൊന്നും ഇല്ല. അതുപോലെ ഈ ഓല മറച്ചിട്ടുള്ള ഒരു ബാത്റൂമൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ ഭാരതി ഞങ്ങളൊക്കെ അവിടെ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പം ആലോചിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെയൊക്കെ ഒരു മഹത്വം മനസ്സിലാവണം. നിങ്ങളൊക്കെ അല്ലേ ആ ത്യാഗം സഹിച്ച് അല്ലെങ്കിൽ അങ്ങനെ കഷ്ടപ്പെട്ട് ഒരു സിനിമകൾ വന്ന് അത് കാലത്ത് അതിജീവിച്ച് ഇങ്ങനെ ആ സിനിമകളൊക്കെ നിൽക്കുന്നു എന്നുള്ളതാണ്, നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതൊരു കാലഘട്ടം തന്നെയായിരുന്നു. ബാബുട്ട, എന്തായാലും സന്തോഷമുണ്ട് സമാഗമത്തിൽ വന്നതിന്. എനിക്ക് ഭയങ്കര നന്ദിയുണ്ട്. എന്ന് വെച്ചാൽ അന്നത്തെ ഒരു കാലഘട്ടം അയവർക്കാൻ എനിക്കും ഒരു അവസരം കിട്ടിയതാണ് ബാബു വന്നത്. വലിയ സന്തോഷമുണ്ട്. എന്തായാലും വളരെ സന്തോഷം. ഓക്കെ.